السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പൂർവികന്മാർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയാണ് ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടി എന്നാണ്. സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിച്ചും അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞും ജീവിക്കുക എന്നതാണ് നോമ്പ് കൊണ്ടുള്ള താല്പര്യം. അപ്പൊ തഖ്വയുള്ളവരാവാൻ വേണ്ടി എന്നാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. അങ്ങനെ ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പായി മാറുന്നത്. അതല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, രണ്ടു തരം നോമ്പുണ്ട്. ഒന്ന് ജീവനുള്ള നോമ്പും ജീവനില്ലാത്ത നോമ്പും. പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നോമ്പായി മാറില്ല. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നോമ്പിലായിരിക്കണം. ഹറാമ് കാണാൻ പാടില്ല, ഹറാമ് സംസാരിക്കാൻ പാടില്ല, ഈബത്ത്, നമീമത്ത്, ഫിത്ന ഇതൊന്നും പറഞ്ഞു പരത്താൻ പാടില്ല. എല്ലാ അവയവങ്ങളും നോമ്പിലായിരിക്കണം. അപ്പോഴാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അങ്ങനെ നോമ്പ് നോക്കുമ്പോഴാണ് നോമ്പിന്റെ യഥാർത്ഥ പ്രതിഫലമായ അള്ളാഹുവിനെ കാണലും സ്വർഗം കിട്ടലൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ രഹസ്യമായ ഒരു അമലാണല്ലോ നോമ്പ്. ആ നോമ്പിന്റെ പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? അവന്റെ ലിഖാഹ് കാണലാണ്. അത് കിട്ടണമെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമായ നോമ്പായിരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.